അതിൽ നിന്ന് കാണേണ്ടത് ശ്രീ പത്മകുമാർ അടക്കമുള്ളവർ സ്കാനിങ്ങിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതിന് മുകളിലോട്ട് പോകാൻ വഴിയില്ല എന്നുള്ളതാണ് മന്ത്രി വാസവൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് BJPയുടെ ഒരു ഉന്നത നേതാവുമായിട്ടുള്ള ബന്ധമടക്കമുള്ളതും ചിലപ്പോൾ പുറത്ത് വന്നേക്കാം. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ ഒരു ഭാഗം, പിന്നെ ട്രേഡ് യൂണിയൻ നേതാക്കൾ, അവർ മന്ത്രിമാരുടെ തൊട്ടടുത്ത ആൾ തന്നെയാണ്. അവരാണ് ഈ ഡിപ്പാർട്ട്മെൻറ്റുകളെ പലപ്പോഴും നയിച്ചുകൊണ്ട് പോകുന്നത്. അതിനു പുറമെ അവരുടെ മനസ്സിൻ്റെ വേദന ഈ നേതാക്കൾക്കൊക്കെ ഏൽക്കേണ്ടി വരും എന്നുള്ളതും കൂടെയാണ്. അതാണ് നമ്മൾ അയ്യപ്പൻ്റെ ശാപമെന്ന് നമ്മൾ പലപ്പോഴും പറയാറ്. അത് അയ്യപ്പൻ നേരിട്ടല്ല ശാപം കൊടുക്കുക, അത് നമ്മുടെ ജനങ്ങളിലൂടെയാണ് പലപ്പോഴും ആ ശാപം കൊടുക്കാറ്. അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കും. നമസ്കാരം, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണപ്പാളി മോഷണ വിഷയം അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മേധാവി സന്നിധാനത്തെത്തി അവിടെ അന്വേഷണം ആരംഭിക്കുന്നു ഇന്ന്. അതുപോലെ തന്നെ ഈ വിഷയം മറുപക്ഷത്തെ ലാക്കാക്കി പ്രയോഗിക്കുവാൻ ഒരുങ്ങുന്നു ഇടതുപക്ഷം. അതിൻ്റെ വ്യക്തമായ സൂചന മുഖ്യമന്ത്രി പിണറായി വിജയനും ദേവസ്വം മന്ത്രി വാസവനും നൽകിക്കഴിഞ്ഞു. ഇപ്പോൾ ഗോളടിച്ച് മുന്നേറുന്ന UDF പ്രതിരോധത്തിലാകുമോ? BJPയുടെ നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? പരിശോധിക്കാൻ നമുക്ക്. നമ്മോടൊപ്പം ചേരുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ MS. നമസ്കാരം സർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ സ്പെഷ്യൽ അന്വേഷണ ടീം എത്തിയിട്ടുണ്ട് സന്നിധാനത്ത്. പക്ഷേ അതിനേക്കാളൊക്കെ എടുത്തു പറയേണ്ടത്, ഇതുവരെ പ്രതിരോധത്തിലായി നിന്നിരുന്ന ഇടതുപക്ഷ നേതാക്കൾ ശക്തമായ രീതിയിൽ തിരിച്ചടിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് ഒരു പ്രതിരോധ തന്ത്രമാണോ, അതോ മറുവശത്തെ കുരുക്കിലാക്കാനുള്ള പദ്ധതികളുടെ ഒരു തുടക്കമാണോ? ഇത് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രസ്താവന തന്നെ വളരെ വലിയൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വിലങ്ങണിഞ്ഞും അണിയാതെയും ആരൊക്കെ ജയിലിൽ പോകുമെന്ന് നമുക്ക് നോക്കാം. ഈ വിഷയത്തിൽ അപ്പോൾ സ്വർണ്ണപ്പാളി വിഷയത്തിൽ വിലങ്ങണിഞ്ഞും അണിയാതെയും ആരൊക്കെ ജയിലിൽ പോകാമെന്ന് നോക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോൾ അതിൽ നിന്ന് പ്രതിപക്ഷം പറഞ്ഞത് വിലങ്ങണിയിച്ച് ജയിലിലാക്കുമെന്നാണ്. അപ്പോൾ അതിൻ്റെ മറുപടിയാണ് ആരൊക്കെയാണ് പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനോട് അനുബന്ധമായിട്ട് മന്ത്രി വാസവൻ പറയുകയുണ്ടായി, അഗ്നിശുദ്ധി നടത്തി സർക്കാർ ഇതെല്ലാം തെളിയിക്കും, കുറ്റക്കാരെ ഒന്നൊഴിയാതെ എല്ലാവരെയും പിടികൂടും എന്നും പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ശക്തമായി അങ്ങനെ പറയുമ്പോൾ അത് മുഖം നോക്കാതെ എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോഴുള്ള ചിലരും മുൻ കാലഘട്ടത്തിലെ ചിലരും ഇതിൽ പെട്ടേക്കാം എന്നൊരു സൂചന കൂടി അദ്ദേഹം നൽകുന്നുണ്ട്. അതായത് എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്താണല്ലോ ഇത് സംബന്ധിച്ചുള്ള മോഷണം നടന്നതായി പറയുന്നത്. അതെ, ആ സമയത്തെ ദേവസ്വം മന്ത്രിയും ദേവസ്വം പ്രസിഡന്റും ഈ ഒരു വിഷയത്തിൽ പ്രതിരോധത്തിലേക്ക് പോകുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? മുഖം നോക്കാതെ നടപടി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ദേവസ്വം ബോർഡിനെ പ്രതിയാക്കിയപ്പോൾ ദേവസ്വം പ്രസിഡന്റും അന്നത്തെ ദേവസ്വം അംഗങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ മന്ത്രി അതിൽ നിന്നും ഒഴിവായിട്ടുണ്ട്. ഇന്നലെ മന്ത്രി വാസവൻ പറഞ്ഞതും അതാണ്, ദേവസ്വത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒരു സഹായം ചെയ്യുക എന്നതിൽ കവിഞ്ഞ് മന്ത്രിക്ക് യാതൊരു റോളുമില്ല. അത് മുഴുവൻ ചെയ്യുന്നത് ദേവസ്വം ബോർഡാണെന്നുള്ളതാണ്. അപ്പോൾ അത് ബോർഡിൽ പ്രസിഡന്റ് അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവർക്ക് ഒരു സാധ്യത ഉണ്ട് എന്നുകൂടെ അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ബോർഡിന്റെ തലപ്പത്തിരിക്കുന്നത് പൊളിറ്റിക്കൽ നിയമനമാണ്, ഇടതുപക്ഷത്തിന്റെ ആളാണ്, ഇടതുപക്ഷ നേതാവാണ്, CPM നേതാവാണ്. അതെ, അതുപോലെ തന്നെ ബോർഡിന്റെ കൺട്രോളും മന്ത്രിയുടെ കയ്യിൽ തന്നെയല്ലേ? അല്ല, അത് ഇല്ല എന്നാണ് മന്ത്രി വാസവൻ പറയുന്നത്. അതായത് അത്യാവശ്യം ബോർഡ് പറയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ നമുക്കിപ്പോൾ അതിൽ നിന്ന് കാണേണ്ടത് ശ്രീ പത്മകുമാർ അടക്കമുള്ളവർ സ്കാനിങ്ങിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ്. അതിന് മുകളിലോട്ട് പോകാൻ വഴിയില്ല എന്നുള്ളതാണ് മന്ത്രി വാസവൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്നത്. അഗ്നിശുദ്ധി വരുത്തും. ഒരു പ്രത്യക്ഷത്തിൽ സംശയനിലയിൽ നിൽക്കുന്നവരൊക്കെ തന്നെ പ്രതിപട്ടിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. പോറ്റിയും മുരാരി ബാബുവും ഒക്കെ. അതായത് അദ്ദേഹം അതിനോട് കുറെ കൂടെ വ്യക്തമായിട്ട് വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. UDFുമായി ബന്ധമുള്ള ചില ട്രേഡ് യൂണിയൻ നേതാക്കൾ അടക്കമുള്ളവരാണ് ഇതിൻ്റെ പിന്നിലെന്നുള്ളത് ബോധ്യപ്പെടും എന്നുള്ളതാണ്. അത് മന്ത്രി വാസവൻ പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് BJPയുടെ ഒരു ഉന്നത നേതാവുമായിട്ടുള്ള ബന്ധമടക്കമുള്ളതും ചിലപ്പോൾ പുറത്ത് വന്നേക്കാം എന്നും അദ്ദേഹം സൂചിപ്പിക്കുന്നു. അത് അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയാണ്. തോക്ക് ചൂണ്ടി, അതായത് ആരോപണങ്ങളുടെ ഒരു കാര്യം പറഞ്ഞോട്ടെ. അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, ഇത്
അയ്യപ്പ സംഗമം ഞങ്ങൾ നടത്താൻ പോകുന്നു എന്ന കാര്യം പുറത്തു വന്നപ്പോൾ തുടങ്ങിയ ഒരു ഗൂഢാലോചനയാണെന്നും ആ ഗൂഢാലോചനയിൽ സെപ്റ്റംബർ 17-ന് ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി പെട്ടെന്ന് കയറി വന്ന് ഒരു പ്രസ്താവന നടത്തി അതിനെ മലീമസമാക്കാൻ ശ്രമിക്കുകയായിരുന്നു എന്നുള്ള ഒരു വ്യാഖ്യാനവും കൂടെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പക്ഷേ അതായത് സുപ്രീം കോടതിയുടെ ഉത്തരവ് കിട്ടി, അനുകൂലമായ വിധി കിട്ടി, അയ്യപ്പ സംഗമം നടത്തിക്കോളൂ. ആ വിധി കിട്ടിയതിൻ്റെ തൊട്ടടുത്ത ദിവസം സെപ്റ്റംബർ 17 ഇങ്ങനെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നൊരു അവതാരം പ്രത്യക്ഷപ്പെടുകയും ടെലിവിഷന് മുമ്പിൽ സ്വമേധയാ പറയുകയാണ് ഇങ്ങനെ സ്വർണ്ണപ്പാളിയുടെ പിന്നെ ചെമ്പുപാളിയും സ്വർണ്ണപ്പാളിയും തമ്മിലുള്ള വിഷയങ്ങൾ അദ്ദേഹം തന്നെ അവതരിപ്പിക്കുകയാണ്. പക്ഷേ എൻ്റെ ഒരു സംശയം ചോദിക്കുകയാണ്, അങ്ങയുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത്? അതായത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അയ്യപ്പ സംഗമം പൊളിക്കാനാണെങ്കിൽ അതിന് മുമ്പ് അവർ ചെയ്യുമായിരുന്നു. അതെ, അത് മുമ്പ് വളരെ ശക്തമായ രീതിയിൽ പരമാവധി ആഞ്ഞടിക്കുമായിരുന്നു. ഇത്രയും വലിയ മോഷണമാണ് നടന്നത്. അതെ, ഈ വലിയ മോഷണത്തിൻ്റെ എല്ലാ വിവരങ്ങളും അന്നേ പുറത്ത് വന്നേനെ ഇത് പൊളിക്കാനായിരുന്നുവെങ്കിൽ. അതെ, അങ്ങേക്ക് എന്ത് തോന്നുന്നു ഈ വിഷയത്തിൽ? എന്തായിരിക്കാം ഇതിപ്പോൾ ഈ ഒരു പാർട്ട് മാത്രം? ഇതിപ്പോൾ മുന്നേ 2019 നടന്ന മോഷണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു വലിയ ഗൂഢാലോചന ഉണ്ടായിരുന്നു എന്ന് വരുത്തേണ്ടത് സർക്കാരിൻ്റെ ഒരു ആവശ്യം കൂടിയാണ്. അപ്പോൾ അതിൻ്റെ പ്രതികൾ ഇടതുപക്ഷക്കാരിൽ ചിലരുണ്ടെങ്കിൽ പോലും അതിനേക്കാൾ ഉപരി വലതുപക്ഷത്തെ പലരും ഉണ്ട് എന്നുള്ളതിലേക്കാണ് വരുന്നത്. അതായത് തങ്ങളുടെ കാലഘട്ടത്തിൽ മാത്രമല്ല മുൻകാലങ്ങളിലും ഇത് നടന്നിട്ടുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണ്. അതെ, അന്വേഷണം അത് ശ്രീ PS പ്രശാന്ത് ഇപ്പോഴത്തെ പ്രസിഡന്റ് തന്നെ പറഞ്ഞു, അന്വേഷണം 1998 മുതൽ തുടങ്ങാൻ പോവുകയാണ്. 1998 ഇതിൻ്റെ പ്രധാന കാര്യം ഇരിക്കുന്നത്. കാരണം അന്നാണല്ലോ ഇത് സ്വർണ്ണം പാളിയാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ടത്. അന്നത്തെ കീഴ്ശാന്തി ശ്രീനിവാസൻ പോറ്റി, അദ്ദേഹം വളരെ പ്രായമായ ഒരു സാത്വികനായ മനുഷ്യനാണെന്ന് കണ്ടെത്തന്നെ അദ്ദേഹം ടെലിവിഷനിൽ വന്ന് പറഞ്ഞത്, ഞാനിത് നേരിൽ കണ്ടതാണ്, സ്വർണ്ണപ്പാളികൾ തന്നെയാണ് ഇതിൽ പതിപ്പിച്ചത്, വാതിലിൽ, കട്ടളപ്പടിയിൽ, മറ്റ് ഭാഗങ്ങളിലെല്ലാം പതിപ്പിച്ചത് സ്വർണ്ണപ്പാളിയാണ്, അവിടെ ഇരുന്നാണ് പണിതത്, ഇത് ഞാൻ കണ്ടു, ഇതിപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നുന്നു എന്ന് അദ്ദേഹം തന്നെ പറയുകയുണ്ടായി. അതായത് 3.5 കിലോയിലേറെ സ്വർണം പോയി. അത് 3 കിലോ അല്ല, മല്ലിയ കൊടുത്തത് 44 കിലോയാണ്. അപ്പം അതെല്ലാം ഇവിടെ കാളികളാക്കി ആ അയ്യപ്പ വിഗ്രഹം ഇരിക്കുന്ന മണ്ഡപത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വാതിലിലും കട്ടളപ്പടിയിലും പിന്നെ മറ്റ് ദ്വാരപാലകരിരുന്ന സൈഡിലും ഒക്കെ ആയിട്ട് പതിപ്പിച്ചു എന്നാണ് ഈ ശ്രീനിവാസൻ പോറ്റി അന്നത്തെ കീഴ്ശാന്തി പറയുന്നത്. അന്നത്തെ പല ആൾക്കാരും ഇതേ സംഭവം തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിട്ടുണ്ട്. കാരണം അന്നത്തെ AE ആയിരുന്ന കേശവദാസൻ പറയുകയുണ്ടായി, 2018 വരെ മറ്റാണ് അദ്ദേഹം ഇത് കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. 2018 വരെ ഇതുണ്ടെന്നുള്ളത് എനിക്കറിയാം. ആ സമയത്ത് വന്ന പത്രത്തിലെ ഫോട്ടോസിലൊക്കെ തന്നെ നമുക്കത് കൃത്യമായി കാണാൻ സാധിക്കും, തെളിഞ്ഞു ഇരിക്കുന്നുണ്ട്. അപ്പോൾ 98 ഇത് പതിച്ചു എന്നുള്ളത് ശ്രീനിവാസൻ പോറ്റി പറയുകയും 2018 വരെ ഇത് ഉണ്ടായിരുന്നുവെന്ന് കേശവദാസൻ എന്നുള്ള അവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറയുകയും അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ പറയുകയും ചെയ്യുമ്പോൾ 2 പ്രധാന സാക്ഷികൾ SIT കിട്ടിയിരിക്കുകയാണ് ഇതവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ പിന്നെ ഇത് 19 ആര് അടിച്ചുകൊണ്ട് പോയി എന്നുള്ളതിലാണ് തുടക്കം. അതെ, ഇതിപ്പോൾ 19 നടന്ന ആ ഒരു മോഷണം. അപ്പോൾ നമ്മൾ എൻ്റെ ആ ഒരു പോയിന്റിലേക്ക് വരുമ്പോൾ ഇതിപ്പോൾ ഈ അയ്യപ്പ സംഗമത്തെ തകർക്കാൻ വേണ്ടി നടത്തിയതാണ് എന്ന് നമുക്ക് സാധാരണക്കാർക്ക് തോന്നാൻ യാതൊരു യുക്തിയുമില്ല അക്കാര്യത്തിൽ. ഇനിയിപ്പോൾ നമ്മൾ ഇതിപ്പോൾ മന്ത്രി വാസവൻ പറഞ്ഞ കാര്യം, പിണറായി വിജയൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി നോക്കണം. അപ്പോൾ ഇതിപ്പോൾ ഉദ്യോഗസ്ഥർ മുഖം നോക്കാതെ നടപടി, മറുപക്ഷത്തേക്കും ഇദ്ദേഹത്തിൻ്റെ ആരോപണമുനയുണ്ട്. പിണറായി വിജയൻ പറഞ്ഞത് കുറേ കൂടി കോൺഫിഡൻ്റ് ആയിരുന്നു തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം ബോഡി ലാംഗ്വേജ് വളരെ വ്യക്തമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആരാണ് വിലങ്ങണിഞ്ഞും അണിയാതെയും ജയിലിലേക്ക് പോവുക എന്ന് നമുക്ക് നോക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അളന്ന് തൂക്കി സംസാരിക്കുകയും പ്രസ്താവന ഇറക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഏതാണ്ട് വളരെ സുവ്യക്തമായി അദ്ദേഹത്തിന് എന്തൊക്കെയോ ധാരണകൾ കിട്ടിയിട്ടുണ്ട്, ആരാണ് ആരിലേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളത്. അതോ ഇവർക്ക് കൃത്യമായ ഒരു പ്ലാൻ രൂപീകരിക്കുവാൻ സാധിച്ചിരിക്കുന്നു, ഇനി ആ പ്ലാനിൻ്റെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോകുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ വരുന്ന വിധത്തിലാണ് മന്ത്രി വാസവൻ അദ്ദേഹം അത്രയ്ക്ക് വ്യക്തമായി പറഞ്ഞില്ല. അദ്ദേഹം പറയുന്നതിൽ ഇപ്പോഴും അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം ആർക്കും പെട്ടെന്ന് പിടിക്കാൻ പറ്റാത്ത വിധത്തിൽ ചില വാക്കുകൾ ഉപയോഗിച്ചാണ് അദ്ദേഹം സെൻറ്റൻസുകൾ കോർത്തിണക്കി പറയുന്നത്. ഓക്കെ. പക്ഷേ മന്ത്രി കുറേ കൂടി വ്യക്തമായിട്ട് പറഞ്ഞു ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചനയുണ്ട്, ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ UDF ആണ്. അതിന് പുറമെ അദ്ദേഹം പറഞ്ഞു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ആൾ BJP ഒരു വലിയ നേതാവിൻ്റെ അടുപ്പക്കാരനും കൂടെയാണ്. പിന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ രംഗപ്രവേശനം ചെയ്യുന്നത് ഇപ്പോഴൊന്നുമല്ല, വളരെ 2003-2004 കാലഘട്ടം മുതലേ അദ്ദേഹം അവിടെ രംഗപ്രവേശനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ പഴയ
മന്ത്രിമാരിലേക്കും പഴയ UDF മന്ത്രിമാരിലേക്കും ഒക്കെ ഇതിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കൂടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. ഇപ്പോൾ അന്നുണ്ടായ വിവാദങ്ങളൊക്കെ അറിയാമല്ലോ. അന്ന് പിന്നെ ശ്രീ VS ശിവകുമാർ മന്ത്രിയായിരുന്നപ്പോൾ, ദേവസ്വം മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെ VS ജയകുമാർ അവിടെ ദേവസ്വം സെക്രട്ടറിയായും ഒക്കെ വരും. അതിനു മുമ്പ് ദേവസ്വം അതുപോലെ തന്നെ സന്നിധാനത്ത് ഉദ്യോഗസ്ഥനായിട്ടും ഒക്കെ ചുമതല വഹിക്കുകയുണ്ടായിട്ടുണ്ട്. ആ കാലഘട്ടത്തിലാണ് ഒരു വലിയ വിവാദം നടന്നത്, പാത്രകുംഭകോണം എന്ന് പറഞ്ഞത്. 1,87,00,000 രൂപയുടെ ഒരു പാത്രകുംഭകോണം നടക്കുകയും അത് ഓംബുഡ്സ്മാൻ അടക്കം അത് അംഗീകരിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് ചെറുന്നിയൂർ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ വയ്ക്കുകയുണ്ടായി. ആ കമ്മീഷനിലും പിന്നെ ഇതുപോലെ ഏതാണ്ട് അതൊക്കെ സത്യമാണെന്നുള്ള രീതിയിൽ ഉള്ള തെളിവുകളൊക്കെ വന്നു എന്നാണ് പറയുന്നത്. എന്തായാലും അത് പിന്നെ അവിടെ നിന്ന് പോവുകയാണ്, പൂർണ്ണമായിട്ടും ഒന്നും നടന്നിട്ടില്ല. എന്നാലും ശ്രീ VS ജയകുമാറിന് എന്തൊക്കെയോ ശിക്ഷണ നടപടികൾ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഏൽക്കേണ്ടി വന്നു. പെൻഷൻ പൂർണ്ണമായി ലഭിച്ചിട്ടില്ലെന്നോ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒക്കെ ചുവട് പിടിച്ച് നോക്കുമ്പോൾ ഇത് ഒരു വശത്തേക്കല്ല പല വശത്തേക്ക് പോകുന്നു എന്ന് വേണം നമുക്ക് കാണാൻ. ഓക്കെ, അപ്പോൾ ഇതിനോടൊപ്പം BJPയും വളരെ കരുനീക്കുന്നുണ്ട്. BJP ഗവർണറെ കണ്ടു. എന്നിട്ട് ഇതിൽ കേന്ദ്രത്തിൻ്റെ അന്വേഷണം ശക്തിപ്പെടുത്തുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അവരും ശക്തമാക്കിക്കൊണ്ട് രംഗപ്രവേശം ചെയ്തിരിക്കുന്നു. ഇതിനിടയിൽ എത്തിയിരിക്കുന്നു. BJP നേതൃത്വം, സംസ്ഥാന നേതൃത്വം ഒന്ന് പ്രതിരോധത്തിലായിരുന്നു. അവരുടെ അണികളൊക്കെ തന്നെ ശക്തമായ ആവശ്യവുമായി രംഗത്ത് വന്നിരുന്നു. ഇങ്ങനെ പിന്നോട്ട് നിൽക്കരുത്, ശക്തമായി ആഞ്ഞടിക്കേണ്ട സമയമാണ് എന്ന് അവർ പറഞ്ഞിരുന്നു. കാരണം അവർക്കറിയാം ഈ ശബരിമലയുടെ ഒരു ഇമ്പാക്ട് എത്രത്തോളം ആയിരിക്കും മനസ്സിൽ. അതുകൊണ്ടാണ് സമരമല്ല ഇപ്പോൾ വികസനമാണ് വേണ്ടതെന്ന് പറഞ്ഞ രാജീവ് ചന്ദ്രശേഖർ തന്നെ 14 ജില്ലകളിലും സമരത്തിന് വേണ്ടി രംഗത്ത് വരികയും അദ്ദേഹം തന്നെ നേരിട്ട് ക്ലിഫ് ഹൗസിലേക്ക് ജാഥ നയിക്കുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായി. അതിനു പുറമെ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ അന്വേഷണം ശക്തമാക്കണം, ഇതിലെ നെല്ലും പതിരും തെളിയേണ്ടിയിരിക്കുന്നു, ഇത് ആരെങ്കിലും ചാർത്തിക്കൊണ്ടുപോയി രക്ഷപ്പെടാൻ അനുവദിക്കരുത് എന്നുള്ള ഒരു വാദവും BJP നേതൃത്വം ഉന്നയിക്കുന്നുണ്ട്. അതിനേക്കാൾ ഉപരി അവരൊരു കാര്യം പറയുന്നത് ക്ഷേത്രം, ഭഗവാൻ ഒക്കെ ഭക്തന്മാർക്ക് വിട്ടുകൊടുക്കണം, അതിനും കൂടെ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നതിലേക്കും കൂടെയാണ് അവരിപ്പോൾ മുന്നോട്ട് വരുന്നത്. ഇതിപ്പോൾ ഈ ഒരു സംഭവം അങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ BJPയുടെ ആവശ്യം അതാണ്. ഇനിയിപ്പോൾ കോൺഗ്രസ് ഇത്തരത്തിലൊരു ആരോപണം നേരിടുകയാണ് എന്നുണ്ടെങ്കിൽ അവരിലേക്ക് ഇനിയിപ്പോൾ VS ശിവകുമാറിൻ്റെ സഹോദരനെ ആയുധമാക്കി ആക്രമിക്കാനാണ് ഭാവമെങ്കിൽ അത് കോൺഗ്രസിന് എത്രത്തോളം പ്രതിരോധിക്കാൻ സാധിക്കും? എന്തായിരിക്കും കോൺഗ്രസിൻ്റെ സമീപനം എന്നാണ് അങ്ങ് കരുതുന്നത്? എനിക്ക് തോന്നുന്നത് അവരതിനെ വകവയ്ക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. ഇന്നവർ 4 പ്രധാന ജാഥകൾ, അതായത് 14 ജില്ലകളെയും ബന്ധിപ്പിക്കുന്ന വിധത്തിൽ ജാഥകൾ ആരംഭിക്കുകയാണ്. അതും ചെറിയ നേതാക്കളൊന്നുമല്ല. വടക്ക് നിന്ന് K മുരളീധരൻ്റെ നേതൃത്വത്തിലും തെക്ക് നിന്ന് അടൂർ പ്രകാശിൻ്റെ നേതൃത്വത്തിലും 2 ജാഥകൾ, വലിയ ജാഥകൾ സമ്മേളിക്കുന്നു. അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട് നിന്നൊരു ജാഥ വരുന്നു. അതുപോലെ തന്നെ ബെന്നി ബെഹനാൻ്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴയിൽ നിന്നൊരു ജാഥ വരുന്നു. ഇതെല്ലാം 18-ാം തീയതി പന്തളത്ത് വലിയൊരു സമ്മേളനവും പദയാത്രയും നാമജപവും ഒക്കെ ആയിട്ട് വീണ്ടും ഒരു അയ്യപ്പ സംഗമത്തിനേക്കാൾ വലിയൊരു സംഗമത്തിൻ്റെ പ്രതീതി അവിടെ സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ജില്ലകളെയും ഇത് അവിടുത്തെ ജനങ്ങളെയും ഇളക്കിമറിക്കുന്ന ഒരു പരിപാടിയാക്കി മാറ്റാനാണ് UDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് കാണിക്കുന്നത് അവരിതിലൊട്ടും മുന്നോട്ട് പോകാൻ തയ്യാറല്ല. ഈ വിഷയം ജനങ്ങളിൽ എത്തിച്ച് ജനങ്ങളോട് ഇവിടെ നടന്നത് മുഴുവൻ ഞങ്ങൾ പുറത്തു പറയും എന്നുള്ള രീതിയിലേക്കാണ് അവരും പോകുന്നത്. എനിക്ക് തോന്നുന്നു അവർക്ക് കിട്ടിയ ആയുധം അവർ ഇഫക്റ്റീവായി പ്രയോഗിക്കാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. തീർച്ചയായിട്ടും അയ്യപ്പ സംഗമത്തിൻ്റെ ഫലമായിട്ട് SNDPയും NSSും LDFിലേക്ക് പോയപ്പോൾ അന്താളിച്ച് നിന്നവരാണ് UDF. അടരാടാൻ ഇനി ഒരു ആയുധമില്ലല്ലോ എന്ന് വിഷമിച്ച് നിന്നവരാണ് UDF. അവർക്ക് കിട്ടിയ ഒരു വജ്രായുധമാണ് ഇപ്പോൾ ഈ അയ്യപ്പ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, അത്തരത്തിൽ അഡ്വാൻറ്റേജ് ആയ ഒരു സിറ്റുവേഷനിലേക്ക് അവർ പോവുകയാണ്, അവർ പ്രതിഷേധം പോവുകയാണ്, ശക്തമായി മുന്നേറുകയാണ്. പക്ഷേ ഇത് തിരിച്ചറിഞ്ഞ് അവർക്കൊരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി, അവരുടെ പ്രതിഷേധങ്ങൾക്ക് ഒരു ഊക്ക് കുറയ്ക്കുവാൻ വേണ്ടി ഉള്ള ഒരു തന്ത്രമായിരിക്കുമോ LDF മെനയുന്നത്? തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഒരു ഗൂഢാലോചന സിദ്ധാന്തം അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അത് LDFിൽ നിന്ന് അങ്ങനെ ഉന്നതരായ മുഖ്യമന്ത്രിയെ പോലുള്ള ആൾ ദേവസ്വം മന്ത്രിയായ ശ്രീ വാസവനിൽ നിന്നും ഒക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു വലിയ പ്ലോട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് UDFിൻ്റെ മേലിലേക്കും കുറച്ചൊക്കെ BJPയുടെ മേലിലേക്കും വരുന്നുണ്ട്. അതുകൊണ്ടാണ് BJPയും ശക്തമായ ജില്ലാ പ്രതിഷേധങ്ങളും
അതുപോലെ തന്നെ രാജ്ഭവനിലേക്കുള്ള അവരുടെ നിവേദനവും കേന്ദ്രത്തിൻ്റെ ഇടപെടലും ED ഒക്കെ ആയിട്ട് അതിനെയും സമ്മേളിപ്പിക്കാനായിട്ട് നോക്കും. പക്ഷേ ഇതിനിടയിൽ വളരെ പ്രസക്തമായ വേറൊരു കാര്യമുണ്ട്. പിണറായി വിജയനും BJP കേന്ദ്ര നേതൃത്വവും തമ്മിൽ ഒരു അന്തർധാരയുണ്ട് എന്ന് കഴിഞ്ഞ കുറേ നാളുകളായി പറഞ്ഞു കേൾക്കുകയാണ്. അത് തൃശ്ശൂരിൽ പറഞ്ഞു കേട്ടു, അതിൻ്റെ ഇമ്പാക്റ്റ് തൃശ്ശൂരിലുണ്ടായി. അതുപോലെ തന്നെ പല അന്വേഷണങ്ങളുടെ മുന്നോട്ട് പോക്കിനെയും അത് സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ആ സമയത്ത്, അതായത് 2023 മുഖ്യമന്ത്രിയുടെ മകൻ ലഭിച്ച ED സമൻസുമായി ബന്ധപ്പെട്ട് അതിനുശേഷം നടന്ന കേന്ദ്ര നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച, അതിനുശേഷമാണ് MR അജിത് കുമാർ ഹൊസബളയുമായി കൂടിക്കാഴ്ച നടത്തിയത്. അപ്പോൾ ഡൽഹിയിൽ പോകുന്ന മുഖ്യമന്ത്രി കേന്ദ്ര BJP നേതാക്കളുമായി വളരെ നല്ല ആശയവിനിമയം നടത്തുന്നു. ഒട്ടേറെ സമയം അവർ തമ്മിൽ കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിമാരെ കാണാം, പക്ഷേ അതിനപ്പുറമാണ് ഇതിന് പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് എന്ന ആരോപണവും ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തുണ്ടാവാനാണ് സാധ്യത എന്നാണ് അങ്ങയുടെ മനസ്സ് പറയുന്നത്? ഇത് കഴിഞ്ഞ തവണത്തെ 2024 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പോടുകൂടി ഒരു കാര്യം മനസ്സിലായി. കേരളത്തിൽ ശക്തമായ ഒരു മൂന്നാം മുന്നണി രൂപപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ആ മൂന്നാം മുന്നണി അവിടെ നിൽക്കുമ്പോൾ അത് ആരുടെ വോട്ടാണ് പോവുക എന്നുള്ളത് നമുക്കൊരു സംശയമുണ്ടായിരുന്നു. അത് UDFൻ്റെ ഭാഗത്തു നിന്നാണെന്നാണ് വിചാരിച്ചത്. പക്ഷേ അത് LDFൻ്റെ ഭാഗത്തു നിന്നും ഹിന്ദു വോട്ടുകൾ പോയി എന്നുള്ളതാണ് അവരുടെ കണ്ടെത്തൽ തന്നെ. ഓക്കെ. അപ്പോൾ അതോടുകൂടി തങ്ങൾക്ക് മൂന്നാം ഊഴം വേണമെങ്കിൽ തീർച്ചയായിട്ടും ഹിന്ദു വോട്ടുകൾ എന്ന ഘട്ടത്തിൽ തുടങ്ങിയതാണ് അയ്യപ്പ സംഗമവും അതിനുശേഷം നടന്ന പ്രക്രിയകളുമെല്ലാം. പക്ഷേ അതുകൊണ്ടും നിൽക്കാതെ വന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള സഹകരണവും കൂടി ആവശ്യമായ ചില ഘട്ടങ്ങളും ഉണ്ടായിരിക്കുന്നു. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ ഒരു അന്തർധാര ഉണ്ടോ എന്ന് UDF ചോദിക്കുന്നതിൽ ചില ഘടകങ്ങളുണ്ടോ എന്ന് നമുക്കും സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഈ BJPയും CPM, അതായത് BJP നമുക്ക് സ്പെസിഫിക്കായി പറയണമെന്നുണ്ടെങ്കിൽ BJP കേന്ദ്ര നേതൃത്വവും പിണറായി വിജയനുമായി അന്തർധാരയുണ്ടെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങ് പറഞ്ഞു അത് എന്ത് സംശയിക്കാനിരിക്കുന്നു, അങ്ങനെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തിനു വേണ്ടിയായിരിക്കും ഇവർ ഇപ്പോൾ പിണറായി വിജയനെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർക്ക് എന്ത് നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് അങ്ങ് കരുതുന്നത്? ഇതിന് മറ്റൊന്നുമല്ല, ഇപ്പോൾ ഇനി BJPയുടെ ഭാവി എന്ന് പറയുന്നത് ഒരിക്കൽ കൂടെ LDF അധികാരത്തിൽ വരുന്നതിലൂടെയാണ് ഉണ്ടാകാൻ പോകുന്നത്. അവർക്ക് കോൺഗ്രസ് അധികാരത്തിൽ വരുന്നതിനേക്കാൾ ആവശ്യം LDF അധികാരത്തിൽ വരുന്നതാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ കോൺഗ്രസ് അവിടെ നശിക്കുകയും തളരുകയും ചെയ്യുന്നതിനോടൊപ്പം അവർ ഛിന്നഭിന്നമായി പോവുകയും അവരുടെ അവശേഷിക്കുന്ന ഹിന്ദു വോട്ടുകൾ കൂടെ BJPയിൽ എത്തിച്ചേരുകയും 2031 ഇലക്ഷനിൽ ഒരിക്കൽ കൂടി LDFന് സുഖമായി വരാൻ കഴിഞ്ഞാൽ ഇവിടുത്തെ മുഖ്യ പ്രതിപക്ഷമായിട്ട് BJP വരികയും ചെയ്യും എന്നുള്ളതാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഒരു ഡ്രാഫ്റ്റ്, ഏകദേശ ധാരണ. ആ ധാരണ നടപ്പിലാക്കണമെങ്കിൽ ഒരു അന്തർധാര ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നാണ്. അങ്ങനെ ഒരു നിരീക്ഷണം വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഈ അതിനുള്ള പ്രതിഫലം അല്ലെങ്കിൽ പ്രത്യുപകാരമായിട്ടാണോ ഈ വരുന്ന ആരോപണങ്ങളും അന്വേഷണങ്ങളും ഒക്കെ തന്നെ ഈ പ്രധാനപ്പെട്ട വ്യക്തിയിൽ ഏൽക്കാതെ പോകുന്നത് എന്ന ഒരു ആരോപണം കൂടിയുണ്ട്? ആ ആരോപണവും ഇതിനെ ബന്ധപ്പെടുത്തി തന്നെയാണ് നിലനിൽക്കുന്നത്. മറ്റെല്ലാ നേതാക്കൾക്കും എപ്പോഴൊക്കെ EDയോ മറ്റ് ശക്തികളോ അന്വേഷണം വന്നപ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കേരളത്തിൽ അത് ഉണ്ടാകാത്തത് എന്തുകൊണ്ട് എന്ന് നമ്മുടെ വോട്ടർമാർ ചോദിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയ ഭേദമന്യേ പലരും ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇടതുപക്ഷത്തിലെ പല അസംതൃപ്തരായ നേതാക്കൾ വരെ ഇത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മല പോലെ വരുന്നത് എലി പോലെ എങ്ങനെ പോകുന്നു? ഈ മാജിക് എന്താണ്? അതുകൊണ്ടാണ് ഇവർ തന്നെ ചോദിക്കുന്നത്, നിങ്ങൾ എന്തെല്ലാം പറഞ്ഞു, എന്തെല്ലാം ഉയർത്തിക്കൊണ്ടുവന്നു, മാധ്യമങ്ങളിൽ ചർച്ച നടത്തി, ഒരു ഗൂഢസംഘം പ്രവർത്തിച്ചു, എന്നിട്ട് പോലും എന്തും സംഭവിച്ചു, ഒന്നും സംഭവിച്ചില്ലല്ലോ എന്നുള്ള ഒരു ആത്മവിശ്വാസം അവർക്ക് ഇപ്പോഴും ഉണ്ട്. അതിനെ എൻകാഷ് ചെയ്യാനാണ് ഇപ്പോൾ UDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അന്തർധാര വളരെ വലുതാണെന്ന് പറയാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എക്സ്പോസ് ചെയ്യാൻ പക്ഷേ വലിയൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക്. അത് ബുദ്ധിമുട്ടാണ്. കാരണം മത്സരം 3 നടക്കുന്നു. അവിടെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ തൃശ്ശൂർ നടന്നു എന്ന് പറയുന്നതല്ലാതെ നമുക്ക് അത് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം അത്തരത്തിലൊരു അന്തർധാരയാണെന്ന് കുറ്റപ്പെടുന്നുണ്ടെങ്കിലും അതിന് യാതൊരു തെളിവുകളും ഇന്നുവരെ നമുക്ക് മുന്നിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ ഈ ഇലക്ഷനിലും ഒരു 10-15 സീറ്റ് BJPക്ക് കിട്ടുകയാണെങ്കിൽ അതിൽ നമുക്ക് സംശയിക്കാമെന്നല്ലാതെ അതിനകത്തൊരു അന്തർധാര നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിയില്ല.
പക്ഷേ 15 ഏകദേശം 30ഓളം UDF നേതാക്കളെ ഫോക്കസ് ചെയ്ത് അത്തരത്തിലൊരു അന്തർധാര പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും UDFൻ്റെ കഥ, അതായത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ UDFലെ സെലക്ടഡ് നേതാക്കളെ ടാർഗറ്റ് ചെയ്ത് ഒരു 30 UDF നേതാക്കളെ ടാർഗറ്റ് ചെയ്ത് ത്രികോണ മത്സരം അവിടെ ഉണ്ടായി. അത് വേറൊരു രീതിയിലേക്ക് എങ്ങനെയെങ്കിലും അന്തർധാരയിലൂടെ വന്നാൽ അത് തീർച്ചയായിട്ടും UDFന് യാതൊരു വിധത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു അതായത് പതനമായിരിക്കും. ഒന്നുകൂടി വ്യക്തമായി ചോദിക്കുകയാണെങ്കിൽ ഈ കുറേയേറെ UDF നേതാക്കളെ, അതായത് UDF അധികാരത്തിൽ വരികയാണെങ്കിൽ അവരെ നേരെ ചൊവ്വേ നയിക്കാൻ കെൽപ്പുള്ള നേതാക്കളെ തിരഞ്ഞു പിടിച്ചായിരിക്കുമല്ലോ സ്വാഭാവികമായും മുന്നോട്ട് പോകുന്നത്. അതായത് അപ്പോൾ അങ്ങനെ ഒരു അന്തർധാര വർക്ക് ചെയ്യുകയാണ് ഈ നേതാക്കൾക്കെതിരെ. അതായത് UDF ഭരണത്തിൽ വരണമെങ്കിൽ എങ്ങനെ വരാൻ പറ്റും? ഒരു 45-50 സീറ്റുകളെങ്കിലും പിന്നെ കോൺഗ്രസ് പിടിക്കണം. കോൺഗ്രസ് പിടിച്ചാലേ അവർക്ക് ഭരണത്തിൽ വരാൻ കഴിയുള്ളൂ. അത് അതേസമയം പിന്നെ മുസ്ലിം ലീഗിന് അങ്ങനെ വലിയ പരാജയമൊന്നും വരില്ല. അവർ ഒരു 20-25 സീറ്റ് വരെ അവർ ഭംഗിയായിട്ട് പിടിച്ചുകൊണ്ട് വരും. അപ്പോൾ ഒരു 50 സീറ്റെങ്കിലും പിന്നെ കോൺഗ്രസ്സിന്, അല്ലെങ്കിൽ ഒരു 45 സീറ്റെങ്കിലും പിടിച്ച് ബാക്കി കേരള കോൺഗ്രസും ഒക്കെ ചേർന്ന് ഒരു 50, 25, 75 സീറ്റെങ്കിലും അങ്ങനെ കിട്ടിയില്ലെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല. അപ്പോൾ ഒരു 30ഓളം സീറ്റുകളിൽ കോൺഗ്രസ്സുകാർ തോറ്റാൽ പിന്നെ 20-21 സീറ്റായിരിക്കും കിട്ടുക. അപ്പോൾ ഒരു ഇപ്പോഴത്തെ പോലെ ഒരു 40-45 സീറ്റിലേക്ക് വീണ്ടും ചുരുങ്ങും. ഇതാണ് ഇത് പല ചില കോണുകളിൽ നിന്നൊക്കെ തന്നെ ചില നിരീക്ഷണം ഇതിനു പുറമെ ഇതിന് മേമ്പടിയായി വരുന്നത് അതുകൊണ്ടാണ്, ഇത്തരത്തിലൊരു നീക്കുപോക്ക് നടക്കുന്നത് കൊണ്ടാണ് ഈ പല വിഷയങ്ങളിലും BJP ഇപ്പോൾ ഒരു മെല്ലെപ്പോക്ക് നയം സ്വീകരിച്ചിരിക്കുന്നത് എന്ന് ആണ് അവർ ആരോപിക്കുന്നത്. മാത്രമല്ല, വളരെ ആഞ്ഞടിക്കാൻ ചില കോൺഗ്രസ് നേതാക്കൾ ശക്തമായി LDFനെ എതിർക്കാത്തത് കൊണ്ടാണ്. കാരണം എതിർത്താൽ അവരുടെ മണ്ഡലത്തിൽ ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ വന്നാൽ അവർ MLA പോലും ആകാതായി പോകും. എന്തൊക്കെയാണ് നടക്കുന്നത്? വല്ലാത്തൊരു തൃശങ്കുവിലാണ് ആരോപണങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യങ്ങളാണ്. ഇത് തെളിയിക്കപ്പെടണമെങ്കിൽ 26 പെട്ടി പൊട്ടിക്കണം. അപ്പോഴേ നമുക്കിത് പറയാൻ പറ്റുള്ളൂ. അതുപോലെ ജനങ്ങൾ ഇത് എത്രത്തോളം ഉൾക്കൊണ്ടിട്ടുണ്ടെന്നുള്ളതും ആലോചിക്കണമല്ലോ. അതായത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ ആരോപണം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? വളരെ വലിയ രീതിയിൽ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിൻ്റെ ഓഫീസിനെയും പ്രതിരോധത്തിലാക്കി. പക്ഷേ പിന്നീട് എന്താണ് നമ്മൾ കണ്ടത്? അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് മുകളിലേക്ക് അത് പോകുന്നില്ല. ശിവശങ്കരൻ ജയിലിലായി അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ തെറ്റാൻ പോകുന്നു. അതായത് ഉദ്യോഗസ്ഥരെ മാത്രം ആ ഒരു കേസ് ഫോക്കസ് ചെയ്യുന്നു. പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ഒരു വിധത്തിലും ബാധിക്കുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അത്രയേറെ സംശയത്തിന് നിഴലിലായിട്ട് പോലും അതിൻ്റെ ഒരു അംശം പോലും മുഖ്യമന്ത്രിയെ ബാധിക്കുന്നില്ല എന്നൊരവസ്ഥ വരുന്നുണ്ട്. അതിനുശേഷം നോക്കുമ്പോൾ ഇപ്പോഴും ഈ സ്വർണ്ണപ്പാളി വിവാദവും അത്തരത്തിലൊന്നായി മാറ്റിയെടുക്കുവാൻ സാധിക്കുമോ, അല്ലെങ്കിൽ മാറുമോ? അതാണ് ഈ സാധാരണക്കാരായ ആൾക്കാർ ചോദിക്കുന്നത്. അതായത് പഴയ കാലത്തെ ബ്രാഹ്മണരെ പോലെ വളരെ ഉന്നതമായ സ്ഥാനത്ത് ആർക്കും തൊടാൻ സാധിക്കാതെ പിന്നെ നിൽക്കുന്ന ഒരു വിഭാഗമായി മന്ത്രിമാരുടെ ഒരു തലം നിൽക്കുകയും പഴയ ചാതുർവർണ്ണത്തിൽ എങ്ങനെയാണോ നിന്നിരുന്നത് അവരെ അൺടച്ചബിളാണ്. മനസ്സിലായില്ലേ? അവരെ ആർക്കും ടച്ച് ചെയ്യാൻ പറ്റില്ല. അതിന് തൊട്ട് താഴെയാണ് പിന്നെ ക്ഷത്രിയർ. അവരെ കുറച്ച് പേർക്കൊക്കെ ടച്ച് ചെയ്യാം. അവർക്ക് തമ്മിൽ പരസ്പരം, അതായത് മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ ചില ബന്ധങ്ങളൊക്കെ ആകുന്നത് വേറൊരു വിഭാഗം ക്ഷത്രിയർ. IAS IPS വിഭാഗത്തിലുള്ളവർ അങ്ങനെ പലരും ഉണ്ട്. അവരാണ് ക്ഷത്രിയരെ പോലെ നിൽക്കുന്നത്. അതിന് തൊട്ട് താഴെയാണ് ഈ വൈശ്യർ വരുന്നത്. കച്ചവടം മുഴുവൻ അവരുടെ കയ്യിലാണ്. അതായത് ട്രേഡിംഗ് അല്ല, അത് ട്രേഡ് യൂണിയൻ വരുന്നുണ്ട്, ട്രേഡ് യൂണിയൻ നേതാക്കൾ വരുന്നുണ്ട്, അഴിമതിക്കാരായ ചില ഉദ്യോഗസ്ഥർ വരുന്നുണ്ട്, പിന്നെ കോൺട്രാക്ടേഴ്സ് വരുന്നുണ്ട്. ഇവർ 3 പേരും കൂടെ ചേർന്ന് ഉള്ള കളിയാണ് മൂന്നാമത്തെ തട്ടിൽ നടക്കുന്നത്. പിന്നെ ഇതിനകത്തൊന്നും ഒരു റോളുമില്ലാതെ വരുന്നു, ഒപ്പിടുന്നു, ശമ്പളം വാങ്ങിക്കുന്നു, പോകുന്നു എന്നുള്ള രീതിയിൽ കുറേ പാവങ്ങളുണ്ട്. അവരാണ് സർക്കാരിലെ ശൂദ്രരെ പോലെ നിൽക്കുന്നവർ. അപ്പോൾ ഈ ചാതുർവർണ്ണ്യം നിൽക്കുമ്പോൾ ഇതിലെ തട്ട് എവിടം വരെ കയറുമെന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം. ഇത് ശൂദ്രരുണ്ടെങ്കിൽ അപ്പോഴേ പിടിച്ച്, നമ്മൾ കണ്ടിട്ടില്ലേ, കോൺസ്റ്റബിൾ ആണെങ്കിൽ അപ്പോഴേ സസ്പെൻഡ് ചെയ്യും, ചിലപ്പോൾ ഡിസ്മിസ് ചെയ്യും. അതിനൊന്നും പ്രശ്നമില്ല. താഴത്തെ ലെവലിലുള്ള ക്ലർക്കാണെങ്കിലും പിയൂണാണെങ്കിലും ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. പക്ഷേ ട്രേഡ് യൂണിയൻ തലത്തിലേക്കൊക്കെ വരുമ്പോൾ അവർക്ക് അനുകൂലമായ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ, ഇങ്ങനെയുള്ള ശിക്ഷകളിലേക്ക് പോകും. അല്ല, പലപ്പോഴും ഈ വിഷയത്തിൽ തന്നെ മുരാരി ബാബു മുൻപ് ചില കേസിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട്, ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഉണ്ടായ നടപടി തമാശയാണ്. അദ്ദേഹത്തിന് പ്രൊമോഷനാണ് കിട്ടുക. അല്ലെങ്കിൽ നെറികെട്ട നടപടിയാണ് നമ്മുടെ സർക്കാരിന്റെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, എല്ലാ നിങ്ങൾ വിഷയങ്ങളിൽ നോക്കുക, അതിലെല്ലാം ഒന്നുകിൽ സസ്പെൻഷൻ എന്ന് പറയുന്നത് വീട്ടിലിരുന്ന് സുഖമായിട്ട് ശമ്പളം വാങ്ങിക്കുകയും പിന്നീട് ഇത് ഇരുന്ന കാലത്തെ കൂടെ ശമ്പളത്തോടു കൂടി വീണ്ടും
സർവീസിൽ കയറുകയും പിന്നെ ഉന്നതമായ പദവിയിലേക്ക് വീണ്ടും വരികയും അതാണ് ഞാൻ പറഞ്ഞ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർ ഒരു വിഭാഗം. പിന്നെ ട്രേഡ് യൂണിയൻ നേതാക്കൾ അവർ മന്ത്രിമാരുടെ തൊട്ടടുത്ത ആൾ തന്നെയാണ്. അവരാണ് ഈ പിന്നെ ഡിപ്പാർട്ട്മെൻറ്റുകളെ പലപ്പോഴും നയിച്ചുകൊണ്ട് പോകുന്നത്. പണ്ടൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറിയും ഡയറക്ടറും ഒക്കെയാണ് ട്രാൻസ്ഫർ പോസ്റ്റിംഗ് ഒക്കെ നടത്തിയിരുന്നെങ്കിൽ ഇവരാണ് ഇപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ നടത്തിക്കൊണ്ട് ഇടപെട്ടുകൊണ്ട് പോകുന്നത്. അവർക്കൊക്കെ ചിലർ പറഞ്ഞു കേട്ടതാണ്, ചില റിട്ടയർ ആയിട്ടുള്ളവർക്ക് പോലും വീട്ടിൽ ഇരിക്കേണ്ടി വരില്ല, അവർക്കും ഇപ്പോൾ സർക്കാരിന്റെ ഭാഗമായി ജോലിയിൽ തുടരാം, കോൺട്രാക്ട് ബേസിൽ. പലരും മരണം വരെയാണ് തുടരുന്നത്. അതിൽ ഇപ്പോൾ എങ്ങാണ്ട് 70 വയസ്സ് കഴിഞ്ഞവരെ എടുക്കരുതെന്നൊക്കെ ഒരു നിയമം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എത്ര കാലമായാലും ഇങ്ങനെ തുടരാനുള്ള സൗകര്യങ്ങൾ പലർക്കും ഉണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങനെ രാജഭരണകാലത്തെ പോലെ, ഞാൻ അതാണ് പറഞ്ഞത്. അല്ല, അതിൽ ഞാൻ ചോദിച്ചോട്ടെ, അതായത് ചില ടെയിൻറ്റഡ് ആയിട്ടുള്ള ഓഫീസേഴ്സിനെ കുറിച്ചുള്ള സംശയം ഞാൻ ചില മുതിർന്ന മാധ്യമപ്രവർത്തകരോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് അങ്ങനെ അവരെ കൊണ്ട് ഈ കീ പോസ്റ്റിൽ കൊണ്ട് വെക്കുന്നത് ഇവർക്ക് എല്ലാ കള്ളത്തരങ്ങളും അറിയാം. അപ്പോൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ലൂപ്പ് ഹോൾസ് ഉണ്ടെന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അവരെ കൊണ്ട് പ്ലേസ് ചെയ്യുന്നത്. അവർക്ക് ഈ സിസ്റ്റം ഇങ്ങനെ അത് മാത്രമല്ല ഈ ഉണ്ടാകുന്ന അറിയാം. അത് മാത്രമല്ല, ഇങ്ങനെ എൻക്വയറി വന്നാൽ അതെങ്ങനെ അടയ്ക്കണം, ഏത് വിധത്തിൽ അത് സുപ്രീം കോടതിയോ ഹൈക്കോടതിയോ നമ്മൾ തെറ്റിദ്ധരിപ്പിച്ചോ ഇതിനെ മാറ്റിയെടുക്കണം, ഇങ്ങനെയൊക്കെ ഉള്ള ഫയലുകളിലെ ചില ഉഗ്രൻ കളികൾ. ദാറ്റ് ഈസ് എ വെരി വെരി റിമാർക്കബിൾ പോയിന്റ് ആണത്. അതായത് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി എനിക്ക് ചോദിക്കാനുണ്ട്, സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ ചെയ്യില്ല. അതെ, സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ ചെയ്യില്ല. അയാൾ പറയുന്നത് തെറ്റാണ് എന്ന് എഴുതി വയ്ക്കും. സത്യസന്ധരായ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനവും കിട്ടില്ല, അവർക്ക് ജോലിയും ചെയ്യാൻ സാധിക്കില്ല, ഒരിക്കലും കിട്ടില്ല. ഇപ്പം ഡോക്ടർ ബി അശോക്, അതുപോലെ തന്നെ പ്രശാന്ത് IAS, ഇവരൊക്കെ ഇപ്പോൾ ജോലി ചെയ്യാൻ പോലും സാധിക്കാത്ത തരത്തിലേക്ക് എപ്പോഴും കോടതിയുടെ അടുത്ത് പോകാൻ നേരെ ഉള്ളൂ. അപ്പോൾ അത്തരത്തിൽ കോടതി മാത്രമേ രക്ഷയുള്ളൂ എന്നുള്ളതാണ് അവസ്ഥ. ഈ ഫയലുകൾ വരുമ്പോൾ അങ്ങ് പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ ഒന്നുകൂടി സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇവർക്ക് ലൂപ്പ് ഹോൾസ് അറിയാം, അന്വേഷണം വന്നാൽ അതിനെ തടയാൻ അറിയാം, ആ പോയിന്റ് കവർ ചെയ്യാൻ അറിയാം, സ്വർണ്ണപ്പാളി കൊണ്ട് കവർ ചെയ്തുള്ളവർ. അതാണ് അതായത് ഏത് തരത്തിലുള്ള കള്ളത്തരം കാണിച്ചാലും, കൊള്ള നടത്തിയാലും, അഴിമതി കാണിച്ചാലും ഇപ്പോൾ തെളിവില്ലാതാകുന്നത് ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ. അഗ്നിശുദ്ധി നടത്തി പുറത്തു വരും എന്ന് പറയുന്നത് അതാണ്. ഏത് വലിയ കുഴപ്പം വന്നാലും അതിൽ അഗ്നിശുദ്ധി നടത്തി പുറത്തു വരുന്ന ചില മാജിക് അറിയാവുന്ന ഇത്തരം കളങ്കിത ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ശൂദ്രരുമായി വൈശ്യരുമായി ഒത്തുചേർന്നുകൊണ്ട് ഇങ്ങനെ വാണിജ്യം നടത്തി നമ്മുടെ സർക്കാരിൽ നിലനിൽക്കുന്നതാണ് അഴിമതിയുടെ ഒരു പ്രധാന കാരണം. ഓക്കെ, അതാണ് ടെയിൻറ്റഡ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ്, ടെയിൻറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ, ഇവരുടെ എല്ലാം നെക്സസ് കള്ളത്തരങ്ങൾ മൂടിവെക്കുന്നു. കൃത്യമായ രീതിയിൽ അവർക്ക് റിപ്പോർട്ട് കൊടുക്കാൻ സാധിക്കുന്നു. അതായത് ഒരു കാരണവശാലും കള്ളത്തരങ്ങൾ നടന്നതായി മറ്റുള്ള കോടതിക്കോ അന്വേഷണ ഏജൻസികൾക്കോ കണ്ടെത്താൻ സാധിക്കില്ല, പലപ്പോഴും കണ്ടെത്താൻ സാധിക്കില്ല. പക്ഷേ അല്ലെങ്കിൽ അത്രയ്ക്ക് വലിയ, ഞാൻ പറഞ്ഞില്ലേ, ഒരു ഡിറ്റക്റ്റീവ് മോഡലിലുള്ള ഇൻവെസ്റ്റിഗേഷൻ വരണം. അതായത് ഇതിൻ്റെ ഇപ്പോൾ തന്നെ സ്വർണ്ണപ്പാളി പോയ ഓരോ വഴിയിലൂടെ 44 ദിവസം ഈ സ്വർണ്ണപ്പാളി എങ്ങനെ സഞ്ചരിച്ചു, ഏതൊക്കെ വീടുകളിൽ പോയി, എവിടെയൊക്കെ ആരിൽ നിന്നൊക്കെ പണം വാങ്ങി, അവരുടെയൊക്കെ മൊബൈൽ ഫോണുകൾ എടുക്കുക, ഈ ഇരിക്കുന്ന മന്ത്രി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരുടെ, അതുപോലെ തന്നെ ബോർഡ് അംഗങ്ങളുടെയൊക്കെ ടെലിഫോണുകൾ പൂർണ്ണമായും സിമ്മുകളടക്കം വാങ്ങി അതന്വേഷിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതിനകത്ത് അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കുമോ, അവിടെയാണ് നമ്മൾ. കാരണം അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിന് കീഴിലാകുമ്പോൾ, അല്ലെങ്കിൽ അന്വേഷണം നടത്തുന്നവരെല്ലാം അത്തരത്തിലാകുമ്പോൾ അവർക്കത് ചെയ്യാൻ സാധിക്കില്ല, അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. അവർക്ക് മനസ്സുണ്ടെങ്കിൽ പോലും അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകില്ല എന്നാണ് പറയപ്പെടുന്നത്. ചാൻസ് കുറവാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, അത് പോകാവുന്ന ഏക തലം എന്ന് പറയുന്നത് ഈ വൈശ്യർ വരെയാണ്. അതിനപ്പുറത്തേക്ക് ക്ഷത്രിയ ബ്രാഹ്മണ വിഭാഗത്തിലേക്ക് പോവുക അസംഭാവ്യമാണ്. വളരെ, അല്ലെങ്കിൽ പിന്നെ വലിയ ഭൂകമ്പം ഉണ്ടാകുന്ന സംഭവങ്ങൾ പറഞ്ഞു വരുന്നത് ഈ അധികാരത്തിൽ ഏറിക്കഴിഞ്ഞാൽ, അല്ലെ, അധികാരത്തിൽ നിന്ന് പോകുന്നത് വരെ ഈ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും, ഈ ഒരു ഇമ്മ്യൂണിറ്റി. അല്ലെങ്കിൽ പിന്നെ എതിർക്കാൻ തയ്യാറായ ഒരു പ്രതിപക്ഷം ഭരണപക്ഷമായിട്ട് വരണം. പക്ഷെ ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെ അവിടെയും ഒരു കളി നടക്കും. അല്ല, ഞാൻ ചോദിച്ചോട്ടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ടാണ് ഈ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധവും ഒന്നും തന്നെ വിലപ്പോകാത്തത്, അന്വേഷണത്തിന് വേണ്ടിയുള്ള പരാതികളും ഒന്നും തന്നെ ഫലം കാണാത്തതെല്ലാം ഇതുകൊണ്ട് തന്നെയാണ്. കാരണം തെളിവ് വേണം കോടതിക്ക് ശിക്ഷിക്കാൻ, അല്ലേ? തീർച്ചയായിട്ടും. ഈ തെളിവ് അങ്ങോട്ട് എത്താതിരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ, സ്വർണ്ണപ്പാളി പൂശാനായിട്ട് അവിടെ നല്ല കളങ്കിത ഉദ്യോഗസ്ഥന്മാർ നിൽക്കുകയാണെങ്കിൽ പിന്നെ ഒരു വിഷമവും ഇല്ല. അപ്പോൾ എൻ്റെ ഒരു അനുമാനം എന്ന് പറയുന്നത് ഇവിടെ ഒരേ ഒരു മാർഗം ജനങ്ങളുടെ വോട്ടാണെന്ന് തോന്നുന്നു, അല്ലേ? ആകെ ഇതേ ഉള്ളൂ എന്നാണ് TN ശേഷൻ എന്നോട് പറഞ്ഞത്. TN ശേഷൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇതിനാകെ പരിഹാരം. അതായത് ഈ സിസ്റ്റം എങ്ങനെ നന്നാക്കാമെന്ന് ഞാൻ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പല സുപ്രീം കോടതി ജഡ്ജിമാർ, പിന്നെ പല ക്യാബിനറ്റ് സെക്രട്ടറിമാരൊക്കെ ഉള്ള നല്ല ഉദ്യോഗസ്ഥരും നേതാക്കളും ജഡ്ജിമാരും ഒക്കെ ആയിട്ട് ബന്ധപ്പെടാൻ അവസരം കിട്ടിയിട്ടുണ്ട് ഉദ്യോഗകാലത്ത്. ആ കാലഘട്ടത്തിലൊക്കെ ഞാൻ ഇവരോട് ഈ ചോദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിന് നല്ല ബ്രാഹ്മണൻ വരണം.
അതായത് നല്ല പൊളിറ്റീഷ്യൻ വരണം. അതിന് നല്ല പൊളിറ്റിക്കൽ പാർട്ടി, പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഉണ്ടാകണം, അവിടെ വരണം. അല്ല ഒരു പൊളിറ്റിക്കൽ ഓക്കെ ആ പോയിന്റ് വരട്ടെ. അത് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു നല്ല നേതൃത്വം വന്നു കഴിഞ്ഞാൽ, മന്ത്രിമാർ വന്നു കഴിഞ്ഞാൽ നല്ല ഉദ്യോഗസ്ഥരെ അവർ തിരഞ്ഞെടുക്കും. നല്ല ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുത്താൽ അവർ അതിൻ്റെ തൊട്ട് താഴെയുള്ളവരെ നല്ല സബോർഡിനേറ്റിനെ തിരഞ്ഞെടുക്കും. അപ്പോൾ ഈ സെക്ടർ ക്ലീൻ ആവും. ഈ സെക്ടർ ക്ലീൻ ആയാൽ പ്രവർത്തനം ക്ലീൻ ആവും. അതിന് ടി.എൻ. ശേഷം പറഞ്ഞത് ഒറ്റ മാർഗമേ ഉള്ളൂ, ഒറ്റ പൊളിറ്റീഷ്യനും ഇലക്ഷന് പിരിവ് നടത്താൻ പാടില്ല. അതിന് അദ്ദേഹം പറഞ്ഞത് സർക്കാർ ഇലക്ഷന് വേണ്ട പണം കൊടുക്കണം. അപ്പം ഞാൻ ചോദിച്ചത് ഭാരിച്ച എമൗണ്ട് അല്ലേ സാർ, ഇതിങ്ങനെ കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട, നമുക്ക് പിന്നെ സംസ്ഥാനത്തെ അംഗീകരിച്ച പാർട്ടികൾക്ക് മാത്രം കൊടുത്താൽ മതി. കേന്ദ്രത്തിലാണെങ്കിൽ കേന്ദ്രത്തിലെ ദേശീയ തലത്തിൽ അംഗീകരിച്ച പാർട്ടിക്ക് മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അപ്പോഴും വലിയ തുകയല്ലേ വരുന്നത് വെച്ചാൽ അദ്ദേഹം പറയുന്നത്, ഇടോ മണ്ടന്മാരെ, ഇതാണ് കുഴപ്പം. നിങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഈ രാഷ്ട്രീയ പാർട്ടികൾ നേടുന്ന പണം അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടിരുന്നതാണ്. അല്ല, അതിൽ ഒരു 0.5% പോലും ജനങ്ങളിൽ നിന്ന് പിരിക്കുന്നതില്ല. 90% അവർ ഭരണത്തിൽ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഭരണത്തിൽ കയറുന്നതിന് മുമ്പോ പല എഗ്രിമെൻറ്റുകൾ വെച്ചുകൊണ്ട് ഖജനാവിനെ കൊള്ളയടിക്കാനോ കൊള്ളയടിക്കുമെന്ന വാഗ്ദാനം കൊടുത്തുകൊണ്ടോ ആണ് ഈ പണം മുഴുവൻ വാങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ എന്തായാലും ഖജനാവിൽ നിന്നാണ് പണം പോകുന്നത്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ പിരിച്ചാണ് നടത്തുന്നതെങ്കിൽ ഖജനാവിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ പിന്നെ അവർക്ക് അറിഞ്ഞുകൊണ്ട് നമ്മളങ്ങ് കൊടുത്താൽ പോരെ. അപ്പോൾ പിന്നെ എന്നിട്ട് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പിരിക്കാൻ പറ്റില്ല, നിങ്ങൾ ഭരണം മാന്യമായിട്ട് നടത്തിക്കൊണ്ട് പോകണം. ഇതിന് ഓഡിറ്റിംഗ് ഉണ്ട്. അദ്ദേഹം ടി.എൻ. ശേഷം പറഞ്ഞതാണ്, ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും AG വന്ന് ഓഡിറ്റ് ചെയ്യും, എല്ലാം ഓഡിറ്റ് ചെയ്യും. അതായത് ഓരോ ബിൽ ബുക്ക് സഹിത AG വന്ന് ഓഡിറ്റ് ചെയ്യും. അപ്പോൾ ഈ അഴിമതിയുടെ കൂത്തരങ്ങിൽ നിന്നും ഞാൻ പറഞ്ഞത്, എനിക്ക് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം, ഇങ്ങനെ നിൽക്കുകയാണ് സ്വർണ്ണപ്പാളി വിവാദം, ഇത്തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആയുധം മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ. സാധാരണക്കാർ വിശ്വസിക്കുന്നത് അയ്യപ്പൻ്റെ സ്വർണം മോഷണം പോയി, കോടതിയും അത് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അളവ് സംബന്ധിച്ചുള്ള കൃത്യത ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അയ്യപ്പൻ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളതുപോലെ കേരളത്തിൻ്റെ ഒരു പ്രതീകം തന്നെയാണ്, നമ്മുടെ ഭക്തിയുടെ, നമ്മുടെ സ്പിരിച്വാലിറ്റിയുടെ ഒരു പ്രതീകം തന്നെയാണ്. കാരണം ജാതി മത വ്യത്യാസമില്ലാതെ ഏവരും ചെല്ലുന്ന സ്ഥലമാണ്. അവിടെ മോഷണം നടന്നു എന്ന് അവർ വിശ്വസിക്കുകയാണ്. അത് അവരുടെ മനസ്സിനെ വളരെ വല്ലാണ്ട് വേദനിപ്പിച്ചിട്ടില്ലേ? അവർ ഇത് ഈ വോട്ടിങ്ങിൽ പ്രതിഫലിപ്പിക്കുമോ? അങ്ങനെയാണെങ്കിൽ ആർക്കെതിരെ ആയിരിക്കും? വോട്ടിങ്ങിൽ വ്യക്തമായി പ്രതിഫലിപ്പിക്കും. അതിനു പുറമെ അവരുടെ മനസ്സിൻ്റെ വേദന ഈ നേതാക്കൾക്കൊക്കെ ഏൽക്കേണ്ടി വരും എന്നുള്ളതും കൂടെയാണ്. അതാണ് നമ്മൾ അയ്യപ്പൻ്റെ ശാപമെന്ന് നമ്മൾ പലപ്പോഴും പറയാറ്. അത് അയ്യപ്പൻ നേരിട്ടല്ല ശാപം കൊടുക്കുക, അത് നമ്മുടെ ജനങ്ങളിലൂടെയാണ് പലപ്പോഴും ആ ശാപം കൊടുക്കാറ്. അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കും. ആ വോട്ടിങ്ങിൽ പ്രതിഫലിക്കുന്നത് ഞങ്ങളെ ബാധിക്കരുതെന്ന് UDFും ഞങ്ങളെ ബാധിക്കരുതെന്ന് LDFും ഞങ്ങളെ ബാധിക്കരുതെന്ന് BJPയും നടത്തുന്ന ഒരു കൂട്ടുകളിയാണ് ഇപ്പോൾ നടക്കുന്ന ഈ പ്രഹസനങ്ങളും പ്രകടനങ്ങളും മുഴുവൻ. ഇതിൻ്റെ മാറ്റ് ജനങ്ങൾ തിരിച്ചറിഞ്ഞാൽ മാത്രമേ അവർക്ക് കറക്റ്റായിട്ട് വോട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത് SITയുടെ അന്വേഷണം കൊണ്ട് സാധിക്കുമോ, ഹൈക്കോടതിയുടെ ഇടപെടൽ കൊണ്ട് സാധിക്കുമോ, അതോ അവർ സ്വന്തം മനസാക്ഷി മാത്രം പിന്നെ ഇതിൻ്റെ അന്വേഷണ സംഘമാക്കി മാറ്റിക്കൊണ്ട് വോട്ട് ചെയ്യുമോ എന്നുള്ളതിനെ ആശ്രയപ്പെടുത്തിയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇതാണ് ഈ ഒരു വിഷയത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു പാർട്ടായി നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഈ കൺക്ലൂഷനിൽ സത്യം അറിയാൻ എവിടെ പോകണം എന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ് ജനങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. സത്യസന്ധമായി പറയട്ടെ, ഞാൻ സംസാരിച്ചു കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഒരു വിഷയം ഉയർന്നു വന്നതിന് ശേഷം, അതിന് മുൻപ് ഈ ശബരിമല വിഷയത്തിലും ഒക്കെ തന്നെ ഒട്ടേറെ അഴിമതി വിഷയങ്ങളൊക്കെ ഉയർന്നു വരുമ്പോൾ ഞാൻ സാധാരണക്കാരോട് സംസാരിക്കാറുണ്ട്. അവർ പറയുന്നത് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അന്വേഷണ ഏജൻസികളിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് വിശ്വാസമേ നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്ത് പറഞ്ഞിട്ട് എന്ത് കാര്യം, ആരെയും അത് ബാധിക്കില്ല എന്ന് പറയുന്നവർ ഒട്ടേറെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വിശ്വാസത്തിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇവിടെ സത്യം തെളിയിക്കുവാൻ അയ്യപ്പൻ തീരുമാനിക്കേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ യഥാർത്ഥ കള്ളനെ പിടികൂടാൻ, അല്ലെങ്കിൽ കള്ളന്മാരുടെ കൂട്ടത്തെ നിയമത്തിന് മുന്നിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. തെളിവ് സഹിതം കോടതിക്ക് മുന്നിൽ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് കുറ്റപത്രം തയ്യാറാക്കിയത് കൊണ്ടായില്ല, തെളിവ് സഹിതം കോടതിക്ക് മുന്നിലെത്താൻ സാധിക്കുകയുള്ളൂ. അതൊന്ന്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പരസ്പരം സഹകരിച്ച് ഒരു സഹകരണ പ്രസ്ഥാനങ്ങളുടെ മനോഭാവത്തോടു കൂടിയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോകുന്നത്. ഭരണത്തിലിരിക്കുമ്പോൾ ഞങ്ങൾക്കും, അടുത്ത പ്രാവശ്യം നിങ്ങൾ ഭരണത്തിൽ വരുമ്പോൾ നിങ്ങൾക്കും കക്കാം, നിങ്ങളുടെ കള്ളത്തരങ്ങൾ ഞങ്ങൾ കണ്ണടയ്ക്കുമെന്ന് ഭരണത്തിലിരിക്കുന്നവർ പറയുന്നു. മറുവിഭാഗം ഭരണത്തിലേറുമ്പോൾ മറുവശത്തിൻ്റെ കള്ളത്തരങ്ങൾക്കും കണ്ണടയ്ക്കും. അവരെല്ലാം തന്നെ, നിങ്ങൾ ഒരു കാര്യം നോട്ടീസ് ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും, ഈ ഇലക്ഷൻ വരുമ്പോൾ മാത്രമാണ് അന്വേഷണ ഏജൻസികളുടെ പരിശോധനയും ഈ ആരോപണവും പുകയും
ചീറ്റലും ഒക്കെ തന്നെ അന്വേഷണം കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞ് അധികാരത്തിലേറിക്കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. മണ്ടന്മാരാകുന്നത് ജനങ്ങളാണ്. അതായത് ഈ രാഷ്ട്രീയ നേതാക്കൾ ജനങ്ങളെ നോക്കി ഇങ്ങനെ ചിരിക്കുകയാണ്, കഴുതകളെ എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇത്തരത്തിൽ എത്ര നാൾ ജനങ്ങളെ മണ്ടന്മാരാക്കാൻ സാധിക്കും ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വളരെയധികം നന്ദി സാർ, ഇത്രയും സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത്. സ്വാമിയെ ശരണയ്യപ്പ. ടോക്കിംഗ് പോയിന്റ് അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.